തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഒരുപാട് നാടകങ്ങളൊക്കെയായി നമ്മുടെ CPM സ്നേഹിതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. കേരളപുരത്ത് എനിക്കെതിരെ ഒരു അധിക്ഷേപ പ്രസംഗം ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഞാനതിന് മറുപടിയൊന്നും പറയാൻ പോയിട്ടില്ല. ഇന്ന് കൊറ്റങ്കരയിൽ ഒരു കശുവണ്ടി ഫാക്ടറിയിൽ കഴിഞ്ഞ കുറേ ദിവസമായി നമ്മുടെ മണ്ഡലത്തിലെ വിവിധ കശുവണ്ടി ഫാക്ടറികളിൽ നമ്മൾ മെഡിക്കൽ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു ഫാക്ടറിയിൽ മെഡിക്കൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് പോരാൻ നേരം സ്വാഭാവികമായി അവിടെയുള്ള തൊഴിലാളികളൊക്കെ വന്ന് നമ്മളോട് ആവശ്യങ്ങൾ, കുശല അന്വേഷണങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു സഹോദരി വന്നിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി. MP-യുടെ കാര്യം ചില കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് പൊതുവായ ചില കാര്യങ്ങൾ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു കോൺഗ്രസ്സുകാരിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ശബരിമലയിലെ സ്വർണം കട്ടതിനെ കുറിച്ച് ഞാനെന്തോ പറഞ്ഞതിനെ കുറിച്ചൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നോക്കുമ്പോൾ 2 ചെറുപ്പക്കാരിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് കൊറ്റങ്കരയിലാണ് കമ്പനി. പെരിനാടുള്ള SFIയുടെ ഏരിയ സെക്രട്ടറി ജിജോയാണ് ഈ കശുവണ്ടി ഫാക്ടറിയിൽ വീഡിയോ എടുക്കാൻ വന്നതെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഞാനെങ്കിലും വളരെ സ്നേഹത്തോടു കൂടി കശുവണ്ടി മേഖലയ്ക്ക് വേണ്ടി നിയമസഭയിലൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ പിന്നെ അവരോട് വിശദീകരിച്ചു. നിയമസഭയിൽ ഞാൻ പോയിട്ട് പലതവണ പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 3 പെൻഷൻ വരെ ഉണ്ടായിരുന്നു പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾക്ക്. അവരുടെ വിധവാ പെൻഷനും വാർദ്ധക്യകാല പെൻഷനും ഈ പിണറായി വിജയൻ സർക്കാർ വന്നിട്ട് മാറ്റി. അത് അവർക്ക് അർഹതപ്പെട്ടതാണ്. ക്ഷേമനിധി പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അംശാദായം അങ്ങോട്ട് അടയ്ക്കുന്ന ആ സഹോദരിയോട് പിന്നീട് ഈ ഗവൺമെന്റ് കശുവണ്ടി തൊഴിലാളികളോട് ചെയ്യുന്ന ദ്രോഹങ്ങൾ പറയുണ്ടായി. എന്നിട്ട് ഞാൻ പോരുന്നു. ഞാൻ കമ്പനിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞ് എനിക്ക് കൊല്ലത്തൊരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു അവാർഡിൻ്റെ ചടങ്ങ്. അപ്പോഴാണ് ഇവിടുത്തെ ഒരു മുതിർന്ന CPM നേതാവിൻ്റെ ഫേസ്ബുക്ക് പേജിലും കൊല്ലത്തെ CPM ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിലുമെല്ലാം കശുവണ്ടി തൊഴിലാളികൾ എന്നെ തടഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്, കോൺഗ്രസ്സുകാരിയായ കശുവണ്ടി തൊഴിലാളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോസ്റ്റുകൾ കണ്ടത്. ഒന്നാമത് എൻ്റെ സ്നേഹിതന്മാരെ, എന്തിനാണ് ഇങ്ങനെ ഈ കള്ളം പറയുന്നത്? എന്നോട് വർത്തമാനം പറഞ്ഞ ഒരു സഹോദരി, അവരുടെ മകൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ കൊറ്റങ്കരയിലെ ഗോപികാ സദനം സ്കൂൾ വാർഡിലെ CPMൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. മകൻ എല്ലാവർക്കും അറിയാവുന്ന DYFI പ്രവർത്തകനാണ്. എന്ത് CPM ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചിലായി തുടങ്ങിയോ? കോൺഗ്രസ്സുകാരിയാണ് എന്ന് പറഞ്ഞ് എന്തിനാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അപ്പോൾ കോൺഗ്രസ്സുകാരി MLAയോട് ഇപ്പം എന്നോടിപ്പോൾ ഒരാൾ, ഞാൻ MLA എന്ന നിലയിൽ ഇപ്പോൾ ചൂടായ പോലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ കോൺഗ്രസ്സുകാരി ചൂടായി, തടഞ്ഞു വെച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഈ വ്യാജ പ്രചരണം നടത്തുന്നത്? ഞാൻ അതിനുശേഷവും ആ കമ്പനിയിൽ പോയി ചെന്നപ്പോൾ അവരെല്ലാവരും വന്നു, ഈ സഹോദരി ഒഴികെ. അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കണ്ടു വാട്സാപ്പിൽ. അപ്പോഴത്തേക്ക് വാട്സാപ്പ് പ്രചരണം തുടങ്ങിയല്ലോ. ഞങ്ങൾക്ക് അതിനകത്ത് വിഷമം ഉണ്ടായിട്ടുണ്ട്. സാർ ഇങ്ങനെ ഒരു നല്ല കാര്യം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു, മെഡിക്കൽ ക്യാമ്പ് ഇതിനകത്ത് വെച്ചു, ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെയ്യാനായിട്ടാണ് വന്നത്. അതിനകത്ത് കയറി ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇതിനകത്ത് രാഷ്ട്രീയം വേണ്ട, എല്ലാവരും ഒരുപോലെ. ഞങ്ങൾക്കിത് വേണ്ടിയുള്ള ഒരു ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ മാപ്പ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഒരു ക്ഷമയും വേണ്ട, ഈ ക്യാമ്പും കാര്യങ്ങളൊക്കെ നന്നായി നടന്നല്ലോ എന്ന് അവരോട് പറഞ്ഞു. അവരോട് സ്നേഹം പങ്കുവെച്ച് ഞാൻ പോരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുന്നതിന് മുമ്പേ നാടകം ഈ നിലയിലാണെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്തെല്ലാം തരത്തിലുള്ള നാടകങ്ങൾ കാണാനിരിക്കുന്നു. പക്ഷേ ഇത് ഒരു 10-30 കൊല്ലം പഴക്കമുള്ള സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് ഒന്ന് ഒതുക്കുന്നത് നന്നായിരിക്കും.